മുദ്രപത്രം വാങ്ങാൻ കാത്തുനിന്ന രണ്ട് സ്ത്രീകൾ കുഴഞ്ഞു വീണു. ആലുവ സബ് രജിസ്ട്രാർ ഓഫീസിനടുത്തുള്ള വെൻഡർ ഓഫീസിന് മുന്നിലാണ് സംഭവം നടന്നത്. വിൽപ്പന ഇ സ്റ്റാമ്പിലൂടെ ആക്കിയതോടെയാണ് മുദ്രപത്രം വാങ്ങാനെത്തുന്നവർ മണിക്കൂറുകളോളം വെയിലത്ത് ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഞാൻ അങ്കമാലിയിൽ നിന്ന് പറഞ്ഞാണ്. അങ്കമാലിയിൽ നിന്ന് മുദ്രപേപ്പർ കിട്ടാത്തതാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് 9 മണി വരെ ഇവിടെ നിൽക്കുന്നത്. ഈ നേരമായിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് തല ഇറങ്ങി ഞാനിവിടെ ഇരിക്കുന്നത്. 500-ന്റെ സ്റ്റാമ്പ് പേപ്പർ മേടിക്കാനാണ് വന്നത്. 8:45 കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത് 200 രൂപയുടെ പേപ്പറാണ് മേടിക്കുന്നത്. 200 രൂപയുടെ പേപ്പർ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ 8:45 വന്നിട്ട് 1 മണിയായിട്ടും ഇതേവരെ കിട്ടിയിട്ടില്ല. ഇനി ഒരു 10 പേരും കൂടി ഇതിന്റെ മുമ്പിലുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. 2 പേരും ഓൾറെഡി ഇവിടെ തലയിറങ്ങി വീണ് കഴിഞ്ഞു. സ്ത്രീകളും കുട്ടികളടക്കം നിങ്ങൾക്ക് ഇവിടെ ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. സ്ത്രീകളും കുട്ടികളടക്കം ഇവിടെ ലൈനിൽ നിൽപ്പുണ്ട്. അരുൺ ശങ്കർ ഉണ്ട് വിവരങ്ങളായി. അരുണേ, ഇത് എന്താണ് ഇങ്ങനെ ഒരു ഇത്ര വലിയ ക്യൂ ഒക്കെ വരാനുള്ള എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും ഒക്കെ ഇതാണോ സ്ഥിതി? ഇത് അധികൃതരുടെ ശ്രദ്ധയിലൊക്കെ പെട്ടിട്ടുള്ള കാര്യമാണോ? ഇതാണ് കേരളത്തിലെ പൊതു അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഈ മുദ്രപത്രം ഫിസിക്കലായി നൽകുന്നത് ഒഴിവാക്കിക്കൊണ്ട് ഇ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം മുതലാണ് ഇ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കിയത്. പക്ഷേ അത് നടപ്പിൽ വന്നത് ജനങ്ങൾക്ക് വലിയ അസൗകര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, രജിസ്ട്രേഷൻ്റെ ആവശ്യമായിട്ടാണ് ഈ മുദ്രപത്രങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ വീട്ടുകരാറൊക്കെ എഴുതുന്നതിന് വേണ്ടിയിട്ട്, വാടകയ്ക്ക് നിൽക്കുന്ന വീടിൻ്റെ കരാറൊക്കെ എഴുതുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ ഈ മുദ്രപത്രം വാങ്ങാൻ പോകും. പല ആവശ്യങ്ങളൊക്കെ വാങ്ങാൻ പോകും. പക്ഷേ അങ്ങനെ വാങ്ങാൻ പോകുമ്പോൾ മണിക്കൂറുകളോളം അതിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കിയതിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ടോക്കൺ വ്യവസ്ഥയിലാണ് അത് നൽകുന്നത്. ടോക്കൺ വ്യവസ്ഥ രാവിലെ പോയി തന്നെ ടോക്കൺ വാങ്ങണം. ആ ടോക്കൺ വാങ്ങിയിട്ട് പിന്നെ മണിക്കൂറുകളോളം അത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കണം. ഈ വെയിലത്തൊക്കെയാണ്, ഇപ്പോൾ നല്ല വെയിലൊക്കെയല്ലോ. ഇപ്പോൾ വെയിലത്തൊക്കെ ക്യൂ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ആലുവ സബ് രജിസ്ട്രാർ ഓഫീസിനടുത്തുള്ള വെണ്ടർ ഓഫീസിൽ ഉണ്ടായ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ട് പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മളത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പലരും ഇതിനു മുമ്പ് നമ്മളോട് പരാതി പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയൊരു വിഷയമാണ്. കാരണം ഇതിൻ്റെ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന പാളിച്ചകളാണെന്നാണ് അവർ പറയുന്നത്. കാരണം അത് പലപ്പോഴും ഹാങ് ആയി പോവുകയും കൃത്യമായി പ്രവർത്തിക്കാത്തൊരവസ്ഥയും ഉള്ളതുകൊണ്ട് ഇത് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പരിചയക്കുറവുള്ള ആളുകൾ ഇതിന് വേണ്ടിയിട്ട് ഇരിക്കുന്നതും ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇരിക്കുന്നതും ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു നടത്തിപ്പ് പൂർണ്ണതോതിൽ വിജയിച്ചിട്ടില്ല. അത് ജനങ്ങൾക്ക് വലിയ അസൗകര്യമായി മാറുന്നു. ഇത്തരത്തിലുള്ള ഇപ്പോൾ ഈ കുഴഞ്ഞു വീഴുക എന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. എന്തായാലും സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ആലുവയിലെ ഈ സംഭവം ഒറ്റപ്പെട്ടതല്ല. നമുക്ക് നേരത്തെയും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മളോട് പല സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരും അത് പറഞ്ഞിരുന്നു. ഇങ്ങനൊരു വലിയൊരു വിഷയമുണ്ട്, ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും മുദ്രപത്രം ഈ സ്റ്റാമ്പിംഗ് നടത്താനായിട്ട് പോകുന്നത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം, ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ അവിടെ ക്യൂ നിന്നാൽ പോലും അത് അന്ന് ലഭിക്കണമെന്നില്ല. അടുത്ത ദിവസവും പോകും. അപ്പോൾ ഒരു ദിവസത്തെ ജോലിയാണ് അല്ലെങ്കിൽ ഒരു ദിവസത്തെ വരുമാനമാണ് അവർക്ക് ഇല്ലാതാവുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഈ സാങ്കേതിക വിദ്യ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കി പരിഷ്കാരം ആൾക്കാർക്ക് പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തായാലും ബന്ധപ്പെട്ടവർ അതിൽ ശ്രദ്ധ ചെലുത്തുമെന്നും ഈ സാധാരണ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഇടപെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.